ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസൈൻ ദ റീഇൻഫോഴ്സ്മെന്റ് ഫോർ എ സർക്കുലർ കോളം ഓഫ് ഡയമീറ്റർ 500 mm. അപ്പൊ ഇത് സർക്കുലർ കോളമാണ് കേട്ടോ. അപ്പൊ സർക്കുലർ കോളത്തിന്റെ ഡയമീറ്റർ ആണ്. ഇപ്പം ഡയമീറ്റർ 500 mm തന്നിട്ടുണ്ട്. Subjected to an ultimate load of 1600 kilonewton and ultimate moment of 125 kilonewton meter about the major axis. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് അൾട്ടിമേറ്റ് ലോഡാണ്, അതായത് ഫാക്ടറി ചെയ്തിട്ടുള്ള ലോഡാണ് PU ആൻഡ് ഫാക്ടറി ചെയ്തിട്ടുള്ള മൊമെന്റ് 125 kilonewton meter. MU ആൻഡ് PU ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ FCK 20 ആൻഡ് FY വാല്യൂ 250 ആണ്. FY is equal to 250 Newton per millimeter square. അപ്പം given data, diameter of the column 500 mm, PU 1600 kilonewton, MU 125 kilonewton meter, FCK 20 Newton per millimeter square, FY 250 Newton per millimeter square. അപ്പം നോർമലി നമ്മളെ കോളത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫാക്ടേർഡ് ലോഡ് ആൻഡ് ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞിട്ട് ഫാക്ടേർഡ് ലോഡ് ആൻഡ് ഫാക്ടേർഡ് മൊമെന്റ് ഇത് എടുത്ത് എഴുതാം. ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഡയറക്റ്റ് നമുക്ക് ഫാക്ടേർഡ് ലോഡും ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റും ആണ് തന്നിട്ടുള്ളത്. പിന്നെ ഉള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി അല്ലെ ചെക്ക് ചെയ്യാം. അപ്പോൾ എക്സെൻട്രിസിറ്റി ചെക്ക് ചെയ്യാൻ ഇവിടെ ലെങ്ത് ഇല്ല. അതേപോലെ മൂന്നാമത്തെ സ്റ്റെപ്പ് സെൻട്രിനെസ് റേഷ്യോ ചെക്ക് ചെയ്യാൻ ഇവിടെ ലെങ്ത് ഇല്ല. ഓക്കെ, അപ്പോൾ ആ രണ്ട് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്റ്റീൽ ആണ്. അപ്പോൾ ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞെടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏരിയ സ്റ്റീൽ കണ്ടുപിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ അവിടെ നമുക്ക് ക്രോസ് സെക്ഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് ക്രോസ് സെക്ഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമായിരുന്നു. അപ്പൊ അതായിരുന്നു നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടുത്തെ നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പ് ഇപ്പം ഫാക്ടേർഡ് ലോഡും ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റും ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫാക്ടേർഡ് ലോഡും ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഏരിയ ഓഫ് സ്റ്റീൽ ആയിരിക്കും. ഓക്കെ, ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാത്തത് കൊണ്ട് തന്നെ. അപ്പൊ നമുക്കിവിടെ ഏരിയ ഓഫ് സ്റ്റീൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫാക്ടേർഡ് ലോഡ് ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ് എന്നുള്ള ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം, എടുത്ത് എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ മുന്നേ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എടുത്ത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ജസ്റ്റ് ആ ഒരു ഓർമ്മയിൽ വരുന്നതിനനുസരിച്ച് സ്റ്റെപ്പ് ചെയ്ത് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്റ്റീൽ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ്, അസ്യൂം ദാറ്റ് the column to be short and subjected to uniaxial bending and axial compression. അപ്പോൾ ഈ കോളത്തിൽ ആക്സിയൽ ലോഡും അതായത് ആക്സിയൽ കംപ്രഷനും യൂണിയാക്സിയൽ ബെൻഡിങ്ങും വരുന്നു എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്തു. ഓക്കെ, കാരണം നമുക്ക് ഷോർട്ട് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല അല്ലെ. അപ്പോൾ ഞാൻ ഷോർട്ട് കോളാന്നുള്ളത് അസ്യൂം ചെയ്തു. അതുപോലെ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏത് ചാർട്ടാണ് റെഫർ ചെയ്യേണ്ടത് എന്നുള്ള കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അസ്യൂം എഫക്റ്റീവ് കവർ D' is equal to 60. അപ്പോൾ D' D എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. ഇപ്പോൾ 0.12 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ റൗണ്ട് ചെയ്ത് 0.15 എടുത്തു. therefore take D' is equal to 0.15, FI വാല്യൂ 250. അപ്പൊ ഇവിടെ നമ്മൾ 4 സൈഡിൽ ഒരുപോലെ കൊടുക്കണോ 2 സൈഡിൽ ഒരുപോലെ കൊടുക്കണോ എന്നുള്ള കാര്യം ഇവിടെ വരുന്നില്ല. കാരണം ഇത് സർക്കുലർ ആണ് അല്ലെ. സർക്കുലർ കോൾ ആയതുകൊണ്ട് അങ്ങനത്തെ കേസ് വരുന്നില്ല. സർക്കുലർ കോളത്തിൽ നമ്മൾ റെഫർ ചെയ്യേണ്ടത് സർക്കുലർ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ചാർട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കറസ്പോണ്ടിങ് ചാർട്ട്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് വാല്യൂസ് മാത്രം അറിഞ്ഞാൽ മതി. D' എത്രയാന്നുള്ളതും FI എത്രയാന്നുള്ളതും മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ ചാർട്ട് നമ്പർ 53 ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ചാർട്ട് നമ്പർ 53. ചാർട്ട് നമ്പർ 51 മുതലാണ് സർക്കുലർ സെക്ഷൻ്റെ തുടങ്ങുന്നത്. അപ്പൊ അതില് FI 250 D' is equal to 0.05 വരുന്ന കേസാണ്. നമുക്ക് FI 250 തന്നെയാണ്. D' എന്ന് പറയുന്നത് 0.15 ആണ്. ചാർട്ട് 53ലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചാർട്ട് 53 എടുക്കാം. ഈ കൺസെപ്റ്റ് സെയിം ആണ്. നിങ്ങൾക്കിപ്പം ഈ ചെയ്ത റെക്ടാംഗുലറിന്റെ കേസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതും വളരെ ഈസി ആയിട്ട് തന്നെ അതേ കൺസെപ്റ്റ് ആണ്. അപ്പൊ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഞാനിത് എത്രയാ വാല്യൂ വരുന്നതെന്നുള്ള ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ആ സമയത്തൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചാർട്ട് നമ്പർ 53 എടുക്കുക. അപ്പൊ ചാർട്ട് നമ്പർ 53 എടുത്തിട്ട് അവിടെ രണ്ട് വാല്യൂസ് നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ PU/FCK d² ആണ്. അതേപോലെ ഇവിടെ MU/FCK d³ ആണ്. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. PU/FCK d² ഇവിടെ MU/FCK d³ ആണ്. അതായത് ഡയമീറ്റർ മാത്രമേ ഉള്ളൂ. BD എന്ന് പറയുന്ന ടേം ഒന്നിച്ച് വരുന്നില്ല. d² d³ ആണ് വരുന്നത്.
ഓക്കെ, അപ്പൊ ആ രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് വേണം കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ P/FCK വാല്യൂ ഈ ചാർട്ടിന്റെ അകത്തുനിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? ഓക്കെ, അപ്പം mu/FCK d ക്യൂബ് എന്ന് പറയുന്നത് mu 125 into 10⁻⁶ ആണ് അല്ലെ. ഓക്കെ, ന്യൂട്ടൺ mm ഡിവൈഡ് ബൈ 20 into 500 ക്യൂബ് d ക്യൂബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ mu/FCK d ക്യൂബ് 0.05 കിട്ടി. Pu/FCK d² എന്ന് പറയുന്നത് ചെയ്ത് നോക്കിയപ്പം Pu എന്ന് പറയുന്ന വാല്യൂ നമ്മൾ നോക്കിയതാണ്. Pu എന്ന് പറയുന്നത് 1600 ആണ്. അപ്പൊ 1600 ഡിവൈഡ് ബൈ FCK 20 d 500 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 0.32 കിട്ടും. അപ്പൊ ഈ രണ്ട് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് ചാർട്ടിൽ എത്ര വാല്യൂ വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ചാർട്ട് എടുക്കാം. ഇപ്പൊ നമ്മുടെ mu/FCK d ക്യൂബ് എന്ന് പറയുന്ന വാല്യൂ 0.05 ആണ്. Pu/FCK d² എന്ന് പറയുന്ന 0.32 ആണ്. ഓക്കെ, അപ്പം 0.05 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ലൈൻ വരച്ചു. mu/FCK d ക്യൂബ്. ഓക്കെ, ഇനി അടുത്തത് Pu/FCK d². ആ വാല്യൂ എന്ന് പറയുന്നത് 0.32 ആണ്. ഇത് 0.3, ഇത് 0.32, 0.34 അല്ലെ, അങ്ങനെയല്ലേ പോകുന്നത്. 0.32 എന്ന് പറയുന്നത് ഇതാണ് വാല്യൂ. അപ്പൊ അതിന് നേരെ വരച്ചു. അപ്പൊ അത് ജോയിൻ ചെയ്യുന്ന പോയിന്റ് നോക്കിക്കേ, 0.08 കഴിഞ്ഞു, 0.08ന്റെ 0.10ന്റെ ഹാഫും കഴിഞ്ഞു അല്ലെ, ഏകദേശം 0.10 എത്താനായി. അപ്പൊ നമുക്ക് P/FCK വാല്യൂ എന്നുള്ളത് 0.10 എന്നുള്ളത് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം P/FCK = 0.10 എന്ന് എടുത്തു. അപ്പൊ P എന്ന് പറയുന്നത് 0.10 into 20 ആണ്. 2% നമുക്ക് കിട്ടും. ഓക്കെ, P = 2%. P/FCK 0.10, FCK 20, അപ്പം 0.10 into 20 എന്ന് പറയുമ്പോൾ 2% ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ASC ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പം ASC ആണ്. ഓക്കെ, ASC = P/100 into pi/4 into d². ദാറ്റ് ഈസ് 3926.99 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അതുപോലെ 25 mm ഡയമീറ്റർ ബാസ് നമുക്ക് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 8 നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ കിട്ടും. 7.99 എന്ന് പറഞ്ഞിട്ട് റൗണ്ട് ചെയ്ത് കിട്ടും, വാല്യൂ കിട്ടും. അത് റൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 8 നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പൊ നമ്പർ ഓഫ് ബാർസ് എന്ന് പറയുമ്പോൾ 3926.99 ഡിവൈഡ് ബൈ pi/4 into 25 സ്കോർ ചെയ്താൽ 7.99 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ 8 നമ്പേഴ്സ് നമുക്ക് എടുക്കാം. അപ്പൊ AST പ്രൊവൈഡഡ് എന്ന് പറയുന്നത് 3926.99 തന്നെയാണ്. ഓക്കെ, ഈ സെയിം വാല്യൂ തന്നെയാണ്, 8 നമ്പേഴ്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം AST പ്രൊവൈഡഡും AST റിക്വയർഡും സെയിം ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സർക്കുലർ കോളം ആയതുകൊണ്ട് ഇതിൽ മിനിമം 6 നമ്പർ ഓഫ് ബാർസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, 6 നമ്പേഴ്സ് ഉണ്ടായിരിക്കണം മിനിമം. അപ്പൊ സർക്കുലർ കോളം ഡിസൈൻ ചെയ്തിട്ട് അതിൽ 4 ബാർസ് കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. 6 നമ്പേഴ്സ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇനി അടുത്തത് മെയിൻ ബാസ് നമ്മൾ ചെയ്തു. 8 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാസ് ആണ്. അതുപോലെ തന്നെ ലാറ്റർ ടൈസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ഡയമീറ്ററും സ്പേസിങ്ങും. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ അതിൽ 2 വാല്യൂസ് നോക്കിയിട്ട് അതിൽ വലിയ വാല്യൂവിനേക്കാളും ഒരിക്കലും കുറയാൻ പാടില്ല എന്നുള്ളതാണ് ഡയമീറ്റർ. അപ്പൊ ലാറ്റർ ടൈസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ദ ഗ്രേറ്റർ ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, അപ്പൊ ഗ്രേറ്റർ വാല്യൂ എന്ന് പറയുന്നത് ഏതാന്നുള്ളത് നോക്കണം. അപ്പൊ ആദ്യത്തത് 1/4 into 25. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഡയമീറ്റർ എല്ലാം 25 തന്നെയാണ്. അപ്പൊ ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ എന്ന് പറയുന്നത് 25 തന്നെയാണ്. അപ്പൊ 1/4 into 25 ചെയ്യുമ്പോൾ 6.25 നമുക്ക് കിട്ടും. രണ്ടാമത്തെ വാല്യൂ 6 mm കുറയാൻ പാടില്ല എന്നാണ്. അപ്പൊ ഇതിൽ വലിയ വാല്യൂ 6.25 ആണ്. അപ്പൊ 6.25 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ബാർ എന്ന് പറയുന്നത് 8 mm ആണ്. അപ്പൊ therefore provide 8 mm ഡയാലാറ്ററൽ ടൈസ്. സ്പേസിംഗ് എന്ന് പറയുന്നത് ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും വലിയ വാല്യൂവിനെ ചെറിയ വാല്യൂവിനേക്കാളും ഒരിക്കലും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 16 times ദ ഡയമീറ്റർ ഓഫ് സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ. ഇവിടെ സ്മോളസ്റ്റും ലാർജസ്റ്റ് എല്ലാം 25 തന്നെയാണ്. അപ്പൊ 16 into 25 400 കിട്ടും. രണ്ടാമത്തത് ഈ ഡയമീറ്റർ. ഇപ്പം റെക്ടാങ്കുലർ ആണെങ്കിൽ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ ആണ്. ഇവിടെ ഡയമീറ്റർ ആണ്, ഒറ്റ ഡയമെൻഷനല്ലേ ഉള്ളൂ. അപ്പൊ 500 mm. മൂന്നാമത് 300. അപ്പൊ 3 വാല്യൂസിൽ ഏറ്റവും ചെറുത് 300 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊവൈഡ് 8 mm ഡയാലാറ്ററൽ ടൈസ് അറ്റ് 300 mm സെന്റർ ടു സെന്റർ സ്പേസ്. ഓക്കെ, ഇതാണ് ഫിഗർ. ഇതിന്റെ ഡയമീറ്റർ 500 mm. ഓക്കെ, മെയിൻ ബാസ് 8 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാസ്.
അതിന്റെ ടൈസിന്റെ എൻസ് കാണിച്ചിട്ടുണ്ട്. ടൈസ് എന്ന് പറയുന്ന 8 mm ഡയ ലാറ്റർ ടൈസ് അറ്റ് 300 mm സെന്റർ ടു സെന്റർ സ്പേസ്. ഓക്കെ, ഇനി അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനും ഞാനിവിടെ ജസ്റ്റ് വരച്ചിട്ടുണ്ട്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരയ്ക്കുമ്പോൾ ഇത് കോളത്തിന്റെ എൻസ് ആണ് 500 mm. ഓക്കെ, അപ്പം 500 mm സൈസിന്റെ അകത്ത് വരുന്ന റീഇൻഫോഴ്സ്മെന്റ് വരയ്ക്കുക. ഈ റീഇൻഫോഴ്സ്മെന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലൈൻ, ഈ രണ്ട് റീഇൻഫോഴ്സ്മെന്റ് നേരെയാണ്, അപ്പൊ അത് വരച്ചു. ഈ രണ്ട് റീഇൻഫോഴ്സ്മെന്റ് നേരെയാണ്, അത് വരച്ചു. ഈ രണ്ട് റീഇൻഫോഴ്സ്മെന്റ് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത ലൈൻ വരച്ചു. അടുത്ത ഈ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത ലൈൻ വരച്ചു. അപ്പൊ ഇതൊക്കെ മെയിൻ ബാസ് ആണ്. അപ്പൊ അത് മാർക്ക് ചെയ്തു 8 numbers of 25 mm ഡയാബാസ്. അതിനുശേഷം ലാറ്റർ ടൈസ്. ഓക്കെ, അത് സ്പേസിംഗ് 300 സ്പേസിംഗിലാണ് വരുന്നത്. അപ്പൊ 8 mm ഡയ ലാറ്റർ ടൈസ് അറ്റ് 300 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനും വരിക. ഇവിടെ 60 mm അതിന്റെ എഫക്റ്റീവ് കവറും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സർക്കുലർ കോളത്തിന്റെ അകത്ത് മെയിൻ ബാസ് കൊടുക്കുന്നത് ഈക്വൽ സ്പേസിംഗിലായിരിക്കണം. ഓക്കെ, അതായത് ഞാൻ വരച്ചിരിക്കുന്ന ആദ്യം രണ്ട് സെന്ററിൽ ഈ രണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ബാസ് ആദ്യം മാർക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഈ രണ്ടെണ്ണം മാർക്ക് ചെയ്തു. ഇനി ഇതിന്റെ രണ്ടിന്റെ മിഡിലായിട്ട് ഓരോന്ന് വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ഈക്വൽ സ്പേസിംഗിൽ ആ രീതിയിൽ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. സർക്കുലർ കോളം സെയിം ആസ് റെക്ടാങ്കിൾ തന്നെയാണ്. ആ എടുക്കുന്ന ചാർട്ടിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരൊറ്റ ഡയമെൻഷൻ, ഡയമീറ്റർ എന്നുള്ള രീതിയിൽ ഒറ്റ ഡയമെൻഷനാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം റെക്ടാങ്കുലറിന്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ സിമിലർ ആയിട്ട് തന്നെയാണ് വരയ്ക്കുക. അപ്പൊ നിങ്ങൾ ECS 1 നോട്ട് നോക്കുക. അപ്പൊ അത് വെച്ചിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരയ്ക്കാനായിട്ടും അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പൊ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് കൊടുക്കുന്നെങ്കിൽ, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് കൊടുക്കുന്നെങ്കിൽ എങ്ങനെയാ ഡിസൈൻ ചെയ്യാന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഇൻ കേസ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ബാക്കിയുള്ളതൊക്കെ മുന്നേ ചെയ്തതുപോലെ തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. നമ്മൾ മുന്നേ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യുക. അപ്പൊ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കിട്ടിയിരിക്കുന്നത് 8 numbers of 25 mm ഡയമീറ്റർ ബാസ് ആണ്. ഓക്കെ, 8 numbers of 25 mm ഡയമീറ്റർ ബാസ് ആണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 25 mm 8 numbers. അപ്പോൾ മെയിൻ ബാസിന്റെ ഡിസൈൻ അതുപോലെ തന്നെയാണ്. ആ സ്റ്റെപ്പ്, അതായത് സ്റ്റെപ്പ് 1 എന്നുള്ളത് സെയിം തന്നെയാണ്, ഏരിയ ഓഫ് സ്റ്റീൽ തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്ന ഡിസൈൻ ഓഫ് ലാറ്റർ ടൈസിന് പകരം ഡിസൈൻ ഓഫ് ഹെലിക്കൽ ടൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആയിരിക്കും സ്റ്റെപ്പ് 2 വരിക. ആ ഒരു ഡിഫറൻസ് മാത്രം. നിങ്ങൾ ഇത് DCS 1 ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ DCS 1 ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് വെച്ച് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 2 ഡിസൈൻ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈനിലും ആദ്യം നമ്മൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബാറിന്റെ ഡയ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇറ്റ് ഈസ് സെയിം ആസ് ലാറ്റർ ടൈസ്. ഓക്കെ, ലാറ്റർ ടൈസ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഡയമീറ്റർ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിൽ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഡയ എടുക്കുക, ഡയ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, ദ ഡയമീറ്റർ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, ഈ പറയാൻ പോകുന്ന വാല്യൂസിൽ ഏതാണോ ഗ്രേറ്റസ്റ്റ് അതിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ തന്നെ, ലാറ്റർ ടൈസിന്റെ കേസിൽ ചെയ്യുന്ന പോലെ തന്നെ 1/4 × 25 ദാറ്റ് ഈസ് 6.25 കിട്ടും. രണ്ടാമത്തെ 6 mm കുറയാൻ പാടില്ല ഡയമീറ്റർ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ ഇതില് വലിയ വാല്യൂ എന്ന് പറയുന്നത് 6.25 ആണ്. അപ്പൊ 6.25 കുറയാൻ പാടില്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നെക്സ്റ്റ് തൊട്ടടുത്ത ഡയമീറ്റർ ഏതാണ്? 8 mm ഡയമീറ്റർ ബാസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ഡയ പ്രൊവൈഡ് ചെയ്യേണ്ടത് 8 mm ആണ്. ഓക്കെ, ഇതിൽ വലുത് 6.25 ആണ്, അതുകൊണ്ട് തന്നെ 8 mm ഡയമീറ്റർ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിന് പ്രൊവൈഡ് ചെയ്യണം. therefore provide 8 mm ഡയ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്. ഇനി പിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ലാറ്റർ ടൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇത് പേജ് നമ്പർ 71 IS 456 ക്ലോസ് 39.4.1 ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ പിച്ച് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ ഇതാണ്: ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ടു ദ വോളിയം ഓഫ് ദ കോർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.36 Ag/AC-1 into FCK/Fy. അപ്പം ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിന്റെ വോളിയം ബൈ വോളിയം ഓഫ് കോർ. ഓക്കെ, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിന്റെ വോളിയം ഡിവൈഡ് ബൈ വോളിയം ഓഫ് കോർ. ഓക്കെ, ഇതെന്താണെന്നുള്ള അറിയാം. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിന്റെ വോളിയം അതുപോലെ തന്നെ കോറിന്റെ വോളിയം
നമ്മൾ യൂണിറ്റ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, യൂണിറ്റ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വോളിയം കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ബൈ വോളിയം ഓഫ് കോർ എന്ന് പറയുന്നത് ഈ പറയുന്ന വാല്യൂവിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.36 Ag/AC-1 ഇൻറ്റു FCK/Fy. അപ്പൊ AG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ഗ്രോസ് ഏരിയ ആണ്, AC എന്ന് പറയുന്നത് കോർ ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഓരോ ടേം എന്താന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമുക്ക് ഈ ഇക്വേഷനിൽ വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ വോളിയം ഓഫ് കോറും കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് പെർ പിച്ച് ആണ്, അതായത് പെർ യൂണിറ്റ് ലെങ്ത് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെർ യൂണിറ്റ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വോളിയമും അതുപോലെ തന്നെ വോളിയം ഓഫ് കോറും, വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് വോളിയം ഓഫ് കോറും കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഈ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിന്റെ വോളിയം, ഓക്കെ, അതായത് പെർ പിച്ച് എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വോളിയം ആയി. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇക്വേഷൻ വരുന്നത് വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് വരുന്നത് ഇതിന്റെ സെന്ററിലൂടെയുള്ള, ഇതാണ് നമ്മുടെ ടൈസ് അല്ലെ, ഹെലിക്കൽ ടൈസ് ഇതാണ്. അപ്പൊ അതിന്റെ സെന്ററിലൂടെയുള്ള സർക്കംഫറൻസ് എടുത്തിട്ട് ഇതിന്റെ ക്രോസ് സെക്ഷൽ ഏരിയ, അതായത് ഈ ടൈസിന്റെ ക്രോസ് സെക്ഷൽ ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ആയി. ഓക്കെ, അപ്പൊ ഡിവൈഡ് ബൈ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, പിച്ച് എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി വരണം അല്ലെ, അപ്പൊ ഡിവൈഡ് ബൈ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ആയി അല്ലെ, യൂണിറ്റ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ആയി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ഡയമീറ്റർ ഡി ഡാഷ് ആണ്. ഡി ഡാഷ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഗ്രോസ് ഡയമീറ്റർ ഉണ്ട്, അതായത് മൊത്തമുള്ള ഡി, അതായത് ക്യാപിറ്റൽ ഡിന്റെ അകത്തുനിന്ന് നോമിനൽ കവർ അത് മൈനസ് ചെയ്യണം. നോമിനൽ കവർ നമ്മൾ യൂഷ്വലി കോളത്തിൽ 40 mm ആണ്. മൈനസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഹെലിക്കൽ ടൈസിന്റെ ഡയന്റെ ഹാഫ് രണ്ട് സൈഡിൽ നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പം ആദ്യം ഇതിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കണം, ചുറ്റളവ് സെന്ററിലൂടെയുള്ള. ഓക്കെ, അപ്പൊ ഡി ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചുറ്റളവ്, അപ്പോൾ അത് പൈ ഡി ഡാഷ് ആണ്, അല്ലെങ്കിൽ 2πr എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലെ, പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ സർക്കംഫറൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ പൈ ഡി ഡാഷ് ആണ് ഇൻറ്റു ഈ ഒരു ബാറിന്റെ ക്രോസ് സെക്ഷൽ ഏരിയ, അതായത് π/4 × π² ആയിരിക്കും ഇക്വേഷൻ വരാം. നോമിനൽ കവർ 40 ആണ്, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ഡയ 8 mm ആണ്. അപ്പൊ ഡി ഡാഷ് നമുക്ക് കണ്ടുപിടിക്കാം 500 മൈനസ് രണ്ട് സൈഡിൽ നിന്ന് 40 പോയി, നോമിനൽ കവർ മൈനസ് ഇവിടെ 8 mm ബാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, രണ്ട് സൈഡിൽ നിന്നും 8/2 മൈനസ് ചെയ്തു, അതായത് -2 × 8/2. അപ്പൊ ഡി ഡാഷ് നമുക്ക് 412 കിട്ടി. ഓക്കെ, അപ്പൊ വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് പെർ പിച്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ട ഈ ഇക്വേഷനിൽ വേണ്ട ഡി ഡാഷിന്റെ വാല്യൂ ആയി. ഓക്കെ, അപ്പൊ വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് പെർ പിച്ച് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡി ഡാഷ് 412 ഇൻറ്റു π/4 ഇൻറ്റു 5 എന്ന് പറയുന്ന 8² അല്ലെ, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ഡയ 8 ആണ്, 8² ഡിവൈഡ് ബൈ പി, പിച്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ഡിവൈഡ് ബൈ പി എന്നുള്ളത് അതുപോലെ തന്നെ കൊടുക്കാം. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 65,060.43/p എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് പെർ പിച്ച് 65,060.43/p എന്ന് പറഞ്ഞു കിട്ടി. ഇനി അടുത്ത വോളിയം ഓഫ് കോർ ആണ് റേഷ്യോയിൽ ഉള്ളത്. വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ബൈ വോളിയം ഓഫ് കോർ എന്നുള്ളതാണ്. വോളിയം ഓഫ് കോർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കോർ. ഓക്കെ, അതായത് ഈ ടൈസ് ഉൾപ്പെടെ വരുന്ന, അതായത് ഹെലിക്കൽ ടൈസ് ഉൾപ്പെടെ വരുന്ന ആ ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ ആണ് നമ്മൾ കോർ പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വോളിയം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കണം. ഏരിയ ഇൻറ്റു യൂണിറ്റ് ലെങ്ത് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻറ്റു 1 ചെയ്യാം വോളിയം. ഓക്കെ, ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വോളിയം ഓഫ് കോർ എന്ന് പറയുന്നത് ഇവിടെ ഡയമീറ്റർ എന്തായിരിക്കും, DC ആണ്. ഓക്കെ, അതായത് കോറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമീറ്റർ ഓഫ് കോർ ആണ്, അതായത് DC എന്നുള്ളതാണ്. അപ്പൊ π/4 ഇൻറ്റു DC² ആണ്, ഇവിടെ DC² ഇൻറ്റു 1 എന്നുള്ളതാണ്. അപ്പൊ DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ വരുന്നത് ടോട്ടൽ 500 ആണ്. രണ്ട് സൈഡിൽ നിന്നും നോമിനൽ കവർ മൈനസ് ചെയ്യണം. 40 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 420 എന്ന് കിട്ടും, അതാണ് DC വരിക. അപ്പോൾ π/4 ഇൻറ്റു 420² ഇൻറ്റു 1 ആണ് വോളിയം ഓഫ് കോർ. ഓക്കെ, ഈ കോറിന്റെ ഏരിയ എന്ന് പറയുന്നത് π/4 ഇൻറ്റു D² എന്നുള്ളതാണ്, DC² എന്നുള്ളതാണ്. ഇൻറ്റു യൂണിറ്റ് ലെങ്ത് ആയതുകൊണ്ട് 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പം വോളിയം ഓഫ് കോർ എന്ന് പറയുന്നത് π/4 ഇൻറ്റു 420² ഇൻറ്റു 1. ഓക്കെ, യൂണിറ്റ് ലെങ്ത് ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് 138,544.236 mm³ എന്ന് പറഞ്ഞു കിട്ടും. ഇനി നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്ന വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ബൈ വോളിയം ഓഫ് കോർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.36 Ag/AC-1 ഇൻറ്റു
FCK/FY എന്നുള്ളതാണ്. അപ്പൊ ഷാൽ നോട്ട് ബി ലെസ് ദാൻ ആണ്. ഷാൽ നോട്ട് ബി ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നല്ലേ ശരിക്കും. അതിനേക്കാളും കുറയാൻ പാടില്ല എന്നല്ലേ. അപ്പൊ എന്തായിരിക്കണം, ഗ്രേറ്ററോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ച് ഞാൻ ഇക്വേഷൻ ഒന്ന് മാറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാക്കി. ഇപ്പൊ വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ബൈ വോളിയം ഓഫ് കോർ ഷാൽ ബി greater than or equal to 0.36 Ag/AC minus 1 into FCK/FY. അതിൽ AG എന്ന് പറയുന്ന ഗ്രോസ് ഏരിയ ആണ്. അപ്പൊ 5/4 into d സ്ക്വയർ, അതായത് 500 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 196,349.54 mm² എന്ന് പറഞ്ഞു കിട്ടും. AC എന്ന് പറയുന്നത് ഏരിയ ഓഫ് കോർ ആണ്. അപ്പൊ കോർ ഏരിയ എന്ന് പറയുമ്പോൾ കോർ ഡയമീറ്റർ 420 ആണ്. അപ്പൊ 5/4 into 420 സ്ക്വയർ, ദാറ്റ് ഈസ് 138,544.236 mm² എന്ന് പറഞ്ഞു കിട്ടും. ഇനി ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ബൈ വോളിയം ഓഫ് കോർ. വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് 65060.43/P എന്നുള്ളതാണ്. ഡിവൈഡ് ബൈ വോളിയം ഓഫ് കോർ പറയുമ്പോൾ 138,544.23 എന്ന് പറഞ്ഞു വരും. ഷാൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ ടേംസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.36 into AG എന്ന് പറയുന്നത് 196,349.54 ഡിവൈഡ് ബൈ AC എന്ന് പറയുന്നത് 138,544.236 മൈനസ് 1 into FCK20 FY 250. ഇപ്പൊ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും 0.012016326 എന്ന് പറഞ്ഞു പറ്റും. അപ്പൊ അത് നമ്മൾ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ ഡിനോമിനേറ്ററിലുള്ള ടേം ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് അത് ഇൻറ്റു ആയിട്ട് വരും. അപ്പൊ 65060.43 ഷാൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 166,4.7928 P എന്ന് പറഞ്ഞു വരും. ഇനി പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ ടേം ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ P ഷാൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക അല്ലെ. ഇവിടുന്ന് ഗ്രേറ്റർ ദാൻ ആണ്. അപ്പൊ പിന്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ P ഷാൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ടേം ഡിവൈഡ് ബൈ 166,4.7928 എന്നുള്ളതാണ്. അപ്പൊ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ P ഷാൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 39.08 mm എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പിച്ച് എന്ന് പറയുന്നത് 39.08 mm കുറവായിരിക്കണം. എന്നാൽ ഇത് ഉറപ്പിക്കാനായിട്ടില്ല, പിച്ചിന്റെ ചെക്കുകളും കൂടി ഇതിന്റെ കൂടെ ചെയ്യാനുണ്ട്. ആദ്യം മാക്സിമം പിച്ചിന്റെ ചെക്ക് ചെയ്യാം. IS 456 2000 ക്ലോസ് 26.5.3.2 D എന്ന് പറയുന്ന സെക്ഷനിൽ പിച്ച് ഷുഡ് നോട്ട് ബി മോർ ദാൻ ദ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. മാക്സിമം പിച്ച് ഷുഡ് നോട്ട് ബി മോർ ദാൻ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഈ വാല്യൂസിൽ ഏതാണോ കുറവ് അതിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഒന്ന് 75 mm ഒരു കാരണവശാലും പിച്ച് കൂടാൻ പാടില്ല. രണ്ടാമത്തത് കോർ ഡയമീറ്ററിന്റെ 1/6. കോർ ഡയമീറ്റർ 420 ആണ്. അപ്പോൾ 1/6 into 420, അപ്പോൾ നമുക്ക് 70 mm കിട്ടും. മൂന്നാമത്തത് ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പിച്ച് അത് 39.08 ആണ്. അതിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിൽ ഏതാണോ ചെറുത് അതിനേക്കാളും പിച്ച് കൂടാൻ പാടില്ല. ഇതിൽ ചെറുത് 39.08 mm ആണ്. അതുകൊണ്ട് മാക്സിമം പിച്ച് എന്നുള്ള 39 mm എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു. ഇനി അടുത്ത മിനിമം പിച്ചിന്റെ ചെക്ക് ചെയ്യണം. മിനിമം പിച്ച് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. അപ്പൊ ഈ പറയുന്നതിൽ ഏതാണോ ഗ്രേറ്റർ അതിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് ഒരു കാരണവശാലും 25 mm കുറയാൻ പാടില്ല എന്നുണ്ട്. രണ്ടാമത്തത് 3 into ഡയ ഓഫ് ഹെലിക്കൽ ടൈസ്. അപ്പൊ ഹെലിക്കൽ ടൈസിന്റെ ഡയ 8 ആണ്. അപ്പൊ 3 into 8 24 mm. ഇതിൽ ഏതാണോ വലുത് അതിനേക്കാളും പിച്ച് കുറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ വലുത് 25 ആണ്. അപ്പൊ മിനിമം പിച്ച് 25 mm പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പൊ മിനിമം പിച്ച് 25 മാക്സിമം പിച്ച് 39 ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ നമുക്ക് പിച്ചായിട്ട് അഡോപ്റ്റ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ 35 mm പിച്ച് എന്നുള്ള രീതിയിൽ അഡോപ്റ്റ് ചെയ്യാൻ പോവാണ്. പ്രൊവൈഡ് 8 mm ഡയമീറ്റർ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് അറ്റ് എ പിച്ച് ഓഫ് 35 mm. അപ്പൊ 8 mm ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിച്ച് 35 mm ആണ് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ ഫിഗർ വരയ്ക്കാം. 500 mm ഡയമീറ്റർ. അതിന്റെ അകത്ത് ഹെലിക്കൽ ടൈസ് വരച്ചു. അതിന്റെ അകത്ത് 8 ബാർസ് 25 mm 8 ബാർസും അതിന്റെ അകത്ത് മാർക്ക് ചെയ്തു. അപ്പോൾ 8 numbers of 25 mm ഡയമീറ്റർ ബാർസ്. അതുപോലെ ഹെലിക്കൽ ടൈസ് 8 mm ഡയ ഹെലിക്കൽ ടൈസ് 35 mm സെന്റർ ടു സെന്റർ സ്പേസ്. ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണ്. ഇവിടെ എഫക്റ്റീവ് കവർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. അതായത് മെയിൻ ബാസിന്റെ നടുക്കിൽ നിന്ന് അതിന്റെ അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ് 60 mm എന്നുള്ള രീതിയിൽ ആണ് എഫക്റ്റീവ് കവർ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി സെക്ഷണൽ എലിവേഷൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എങ്ങനെയാ വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇതിന്റെ ഔട്ടർ ഉള്ള ലൈൻസ് വരച്ചു. കണ്ടിന്യൂസ് സിമ്പൽ ഇട്ടു. അതിനുശേഷം ഇവിടെയുള്ള ഈ അറ്റത്തുള്ള ബാർ വരച്ചു. അതിനുശേഷം ഈ 2 ബാർ ഒരേ ലൈനിലാണ്, അത് താഴോട്ടേക്ക് വരച്ചു. അടുത്ത് ഈ 2 ബാർ ഒരേ ലൈനിലാണ്, അത് താഴോട്ട് വരച്ചു. ഈ 2 ബാർ ഒരേ ലൈനിലാണ്, അത് താഴോട്ട് വരച്ചു. ലാസ്റ്റത്തെ ഈ ബാറും വരച്ചു. അങ്ങനെ എല്ലാ ബാർസും വരച്ചു. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഹെലിക്കൽ ടൈസ് പ്രൊവൈഡ് ചെയ്യണം. ഹെലിക്കൽ ടൈസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം. റൗണ്ട് ചെയ്താ പോകുന്നത്. നമ്മൾ കാണുന്ന ഭാഗം, പിന്നെ ഇത് പുറകിൽ പോകുന്ന ഭാഗമാണ്, ചുറ്റിയാണ് പോകുന്നത്. അപ്പോൾ അത് ഡോട്ടഡിൽ വരച്ചു. ഇനി നമ്മൾ കാണുന്ന ഭാഗം
അതിന്റെ പുറകത്തെ സൈഡ് അത് ഡോട്ടിൽ വരച്ചു, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെക്ഷണൽ എലിവേഷൻ വരയ്ക്കേണ്ടത്. അതുപോലെ ഞാൻ മുന്നേ പറഞ്ഞു, ഇത് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ മിനിമം 6 നമ്പേഴ്സ് ഓഫ് ബാർസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഇത് ഈക്വൽ സ്പേസിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 ബാർസും ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, ഇതെല്ലാം ഏകദേശം ഇതിന്റെ സെൻട്രലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ രണ്ടിന്റെയും ഈക്വൽ സ്പേസിങ്ങിൽ നടുക്കായിട്ട് അടുത്ത ബാർ കൊടുത്തു. അതുപോലെ ബാക്കി 4 ബാർസും കൊടുത്തു. ബാറുകൾ തമ്മിൽ ഈക്വൽ സ്പേസിങ് വരുന്ന രീതിയിൽ വേണം പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സെക്ഷണൽ എലിവേഷനിൽ ഡീറ്റെയിൽസ് വരച്ചിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യണം. ഇത് മെയിൻ ബാസ് ആണ്. ഓക്കെ, ഈ പോകുന്നത് നിങ്ങൾക്ക് വെർട്ടിക്കലി കാണുന്ന മെയിൻ ബാസ് ആണ്. 8 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാസ് മാർക്ക് ചെയ്തു. ഇത് ഹെലിക്കൽ ടൈസ് ആണ്. അപ്പോൾ 8 mm ഡയ ഹെലിക്കൽ ടൈസ് അറ്റ് പിച്ച് ഓഫ് 35 mm. ആ പിച്ചും ഞാൻ കാണിച്ചു. ഓക്കെ, ഇവിടം തൊട്ട് ഇതുവരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് പിച്ച് എന്ന് പറയുന്നത്. അത് 35 mm ആണ്. ഓക്കെ, അപ്പൊ ഇൻ കേസ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ചോദിച്ചാൽ നമ്മൾ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്തതാണ്. എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലംസോ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യുന്നത് ECS 1 നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.